2020 നടന്ന റോഡപകടത്തിലാണ് ഡാനിക്ക് തന്റെ 3 മക്കളെ നഷ്ടമാകുന്നത്. അതും ഒറ്റ ദിവസം തന്നെ. അപകടത്തിന് പിന്നിൽ സാമുവേൽ എന്ന ചെറുപ്പക്കാരന്റെ മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. അപകടത്തിൽ 4 കുഞ്ഞുങ്ങൾ മരിക്കുകയും ഒരാൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം തന്റെ മക്കളുടെ മരണത്തിന് കാരണക്കാരനായ പ്രതിക്ക് മാപ്പു നൽകിയിരിക്കുകയാണ് ഡാനിയും ഭാര്യ ലീലയും. മക്കളായ ആന്റണി, ഏഞ്ചലീന, സിയന്ന, അവരുടെ കസിൻ വെറോനിക് സാക്കർ എന്നിവരാണ് അപകടത്തിൽ മരണമടഞ്ഞത്. സാധാരണയായ ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഇതിനു കാരണക്കാരനായ വ്യക്തിയോട് പ്രതികാരം ചെയ്യണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നും ക്ഷമിക്കാൻ മാത്രമേ തനിക്ക് കഴിയുകയുള്ളൂ എന്നും പിതാവായ ഡാനി 7 ന്യൂസ് സ്പോർട്സ് ലൈറ്റ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. അപകടത്തിന് കാരണക്കാരനായ സാമുവേൽ എന്ന ചെറുപ്പക്കാരനെ സിഡ്നിയിലെ ജയിലിൽ ചെന്ന് സന്ദർശിക്കുകയും അവരൊന്നിച്ച് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. സാമുവേലിനോട് താൻ 100% ക്ഷമിച്ചുവെന്നും പ്രതികാരം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ലെന്നും ഡാനി പറയുന്നു. വേദനിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ സാമുവേലിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് അയാളോട് ക്ഷമിക്കാതിരിക്കാൻ സാധിക്കുക എന്നും ഡാനി കൂട്ടിച്ചേർത്തു. അപകടത്തിന് മുൻപ് താൻ നന്നായി മദ്യപിച്ചിരുന്നുവെന്നും മയക്കുമരുന്ന് നിരന്തരമായി ഉപയോഗിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നും സാമുവേൽ പറയുന്നു. താൻ ചെയ്തത് എന്താണെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ക്ഷമ ചോദിക്കാനല്ലാതെ തനിക്ക് മറ്റൊന്നിനും കഴിയുകയില്ലല്ലോ എന്നും നിറകണ്ണുകളോടെ സാമുവേൽ ഡാനിയോട് മറുപടി നൽകിയതായും ഇരുവരുടെയും അഭിമുഖമെടുത്ത ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന തിരുവചനത്തിന് തന്റെ ക്ഷമയിലൂടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഡാനി ഇവിടെ. കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമുവേൽ വിഷാദമോ ഉത്കണ്ഠയോ മറക്കുവാനായി മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യുന്നവരോട് പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്: ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ ആശ്വാസം കണ്ടെത്തരുത്. പകരം ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുക, വൈദ്യസഹായം തേടുക തുടങ്ങിയ മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട്. അവ വിനിയോഗിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.